എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 68 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, സെക്ഷൻ 68 എന്ന് പറയുന്നത് ഒരു ബിസിനസ്, ഇത് കമ്പനി മാത്രമല്ല കേട്ടോ, LLP ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഈവൺ പ്രൊപ്പർട്ടിഷിപ്പ് ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, നമ്മുടെ ബാങ്കിൽ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കഴിഞ്ഞാൽ 1 കോടിയോ 5 കോടിയോ ക്രെഡിറ്റ് ആയിക്കഴിഞ്ഞാൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, അയാളുടെ ഐഡൻറ്റിറ്റി, ആര് പൈസ തന്നു, അയാളുടെ ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അയാൾക്ക് പൈസ തരാൻ കഴിവുണ്ടോ, ഫിനാൻഷ്യലി കഴിവുണ്ടോ. അയാൾക്ക് കഴിവില്ലെങ്കിൽ അയാൾ പറയും ഞാൻ വേറെ ആളുടെ നിന്ന് വാങ്ങിച്ചാണ്. അപ്പുറം നോക്കണം അയാൾക്ക് കഴിവുണ്ടോ അല്ലേ, അയാൾ പറയും ഇല്ല ഞാൻ വേറെ സ്ഥലത്ത് വാങ്ങി, എന്നാലും നോക്കണം അയാൾക്ക് കഴിവുണ്ടോ. നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിച്ചത് ഐഡിയലി ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഒറിജിനൽ സോഴ്സാണ്, ആരാണ് ഈ പൈസ തന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ അതിൻ്റെ ജെന്യൂനിറ്റി, ഹ്യൂമൻ പ്രോബബിലിറ്റി എന്ന് പറയും. ഹ്യൂമൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയില്ലേ ചില സമയത്ത് പറയും സാധാരണ മനുഷ്യന്മാരൊന്നും ചെയ്യില്ല, ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ ഒരു പെട്ടെന്ന് തുടങ്ങിയ കമ്പനിക്ക് ഒരാൾ 150 കോടി കാശ് തരുമോ? ഒന്നുമില്ല, വെറും ഷെൽ എൻറ്റിറ്റി 150 കോടി കാശ് തരുമോ? ഓഫീസും ഇല്ല, ഒന്നുമില്ല, 2 സ്റ്റാഫ് ഉണ്ടാവും, 150 കോടി ഫണ്ട് ഇടും. നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ചെയ്യില്ലെങ്കിൽ വേറെ ആരും ചെയ്യില്ലല്ലോ. അതാണല്ലോ ലോജിക്ക്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫയൽ നോക്കുന്ന എല്ലാ ഇൻകം ടാക്സ് ഓഫീസറൊക്കെ നമ്മളെപ്പോലെ തന്നെ ആൾക്കാർ, വേറെ ജീവികളൊന്നുമല്ല അല്ലേ, അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാർ തന്നെയാണ് അല്ലേ. അവരും ഇതേപോലെ തന്നെ ഫിനാൻഷ്യലി ശമ്പളം വാങ്ങിച്ചിട്ടും ചെലവ് ചെയ്തിട്ടുള്ള അവർക്കും അറിയാം ഫിനാൻസ് എന്താണ്, പൈസ എന്താണെന്ന്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് അല്ലേ. ഇത് 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ 75% ആണ് ടാക്സ്. ദർ ഇസ് എ ടാക്സ് കോൾഡ് പ്യൂണിറ്റീവ് ടാക്സ്, PUNITIV, പ്യൂണിറ്റീവ് ടാക്സ്, പണിഷ്മെൻ്റ് ആണ്. സെക്ഷൻ 68 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. FinTaxman, the mentor your business needs.